എനിക്ക് ആ ട്രാൻസ്പോർട്ടിൻ്റെ ആ ഡ്രൈവറുടെ കാര്യത്തിൽ അയാൾ എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഇവർ പറയുന്നത്. പക്ഷേ നമ്മുടെ കണ്ണിൽ കണ്ടത് എന്താ, ഒരു വണ്ടി ഇങ്ങനെ വരുന്നു, ഒരു കാറ് കൊണ്ടുവന്ന് മുറുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ കാർ ഇന്നാരുടേതാണ്. ഞാൻ പക്ഷേ അങ്ങനെ നിർത്താമോ? ഇത്ര അധികാരമുള്ളൊരു കുട്ടിയല്ലേ, വേറെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോയിട്ട് ഈ വരുന്ന വണ്ടിനെ വന്ന് നിർത്തിയാൽ ആ സ്റ്റാച്യൂവിൽ സൈഡ് നോക്കി നിർത്താൻ പറ. അതിനകത്തിരിക്കുന്നവരെന്താ വിചാരിക്കും, അയ്യോ ഞങ്ങളെന്താ, എന്നാൽ പോട്ടെ വന്നു, ഇനി ക്യാമറ ഊരിക്കൊണ്ട് പോയോ മറ്റേത് പിടിക്കണോ ഇവരിട്ട് കൊടുക്കണോ, ആദ്യം ചെയ്യേണ്ട വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് വേറൊരു ബസ് കൈ കാണിച്ച് നിർത്തി തമ്പാനൂർ ഇറക്കേണ്ടവരെ കയറ്റി വിടണം, എന്നിട്ട് വേണം അവനോട് സംസാരിക്കാൻ. അതെല്ലാം ചെയ്തേ പറ്റൂ, അതേത് പാർട്ടിയിലുള്ളവരായാലും ശരി. ഇവിടെ ആരും ഈ പറയുന്നതിൻ്റെ കൂട്ട് ഞാനാണ് ഈ നാടിൻ്റെ സൃഷ്ടികർത്താവ് എന്നൊന്നും പറഞ്ഞ് ജീവിച്ചാൽ ആ കാലമൊക്കെ പോയില്ലേ മോനെ, അല്ലേ? നന്നായിട്ട് ഭരിച്ചാൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ ശരി, നല്ല കാര്യം. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ തലയിൽ ഈത പേര് വാശി വെച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതൊരു അനലൈസ് ചെയ്യുക, ഇതാര് പറഞ്ഞിട്ട് ചെയ്തു, ഇതെങ്ങനെ വന്നു, അങ്ങനെ പറഞ്ഞു. എല്ലാം പാർട്ടി പറയുന്നത് ശരിയാകണമെന്നൊന്നുമില്ല. അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും പാർട്ടിയിലെടുക്കുന്ന തീരുമാനങ്ങൾ 100% ശരിയാകണമെന്നില്ലല്ലോ. കുറച്ചൊക്കെ തെറ്റുകൾ വരും. ആ തെറ്റുകൾ അത് വേണ്ട സാറേ, ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചടിക്കും എന്ന് പറയാൻ ബുദ്ധിയുള്ളവർ കൂടെ ഒരു പാർട്ടിയിൽ വേണം. അതാണ് ഞാൻ പറയുന്നത്.